സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടുവന്നിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് വലിയ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും സിനിമയിൽ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്റെ ഒപ്പീനിയൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നിങ്ങൾ അറിയാനായിട്ട് പോകുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല, തീർച്ചയായിട്ടും കാണണം. സിനിമ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ എന്താണോ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡിസപ്പോയിന്റ് ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരുപാടധികം ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് സ്പൈഡർമാനെ സംഭവിക്കുക, സ്പൈഡർമാനെ ആരാണെന്ന് അറിയുന്ന മറ്റൊരു വ്യക്തി ബ്രാൻഡ് ന്യൂ ഡേയിൽ ഉണ്ടെന്ന് ടോം ഹോളണ്ട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അന്ന് തന്നെ ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആരാണെന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ തന്നെ എനിക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് സ്പോയിലർ ഫ്രീ ആണ് വീഡിയോ എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ടിരുന്ന് കാണാം. എന്തായാലും സിനിമ ഭയങ്കര ഇമോഷണലി, ഈ ഫൈറ്റ് സീൻസിന് അപ്പുറം ഇമോഷനായിട്ട് ടച്ച് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ നോവേ ഹോം ഒക്കെ കാണുന്ന സമയത്ത് അർമാദിക്കായിരുന്നു. ഒരു സീൻ ബൈ സീൻ ഇരുന്ന് ഫിസിലടിക്കലും കൂക്കലും തുള്ളലൊക്കെ ആയിരുന്നു ആ ഒരു സിനിമയിൽ എനിക്ക് ഫീലിംഗ് ആയതെങ്കിൽ, ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ശില പോലെ ഇരുന്ന് കാണുന്ന ഒരു അവസ്ഥയായിരുന്നു മെജോറിറ്റി ടൈമിലും ഉണ്ടായിട്ടുള്ളത്. എല്ലാ സമയവും അങ്ങനെയാണെന്നല്ല, മെജോറിറ്റി ടൈമിലും നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഇമോഷണലി കണക്ട് ആവുന്ന കുറെ സാധനം. പിന്നെ എനിക്ക് പറയാനുള്ള ആ കിസ്സിങ് സീൻ, അതെടുത്ത് മാറ്റേണ്ട കാര്യമില്ലായിരുന്നു. അതൊരു വൾഗർ ആയിട്ടുള്ള രീതിയിലല്ല, രണ്ടുപേരുടെ ഒരു ബോണ്ട് മനസ്സിലാക്കി തരാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമായിരുന്നു ആ കിസ്സിങ് സീന്. പലരും അത് വീഡിയോയിൽ പറയുന്നുണ്ട്, അതില്ലെങ്കിൽ സിനിമക്ക് നല്ല എൻജോയ്മെന്റ് കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഭാഗം കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുമായിരുന്നു ആ മൊമെന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തൊക്കെ ഇതിലും വലുത് എന്തൊക്കെ നമ്മുടെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സീൻ മാത്രം കട്ട് ചെയ്ത് മാറ്റിയത് എനിക്ക് അത്ര മാത്രം പിടിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. അത്ര വലിയ ന്യൂഡിറ്റി ഒന്നല്ലല്ലോ കാണിക്കുന്നത്. തീർച്ചയായിട്ടും അത് വെക്കായിരുന്നു. ഐ തിങ്ക് 8 സെക്കൻഡിന്റെ ആയിട്ടൊരു കിസ്സിങ് സീനാണ് സെൻസറിങ്ങിലൂടെ മാറ്റിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള സത്യമാണ്, പക്ഷെ അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുമായിരുന്നു പടം എന്നുള്ളത്. ആ ഒരു മൊമെന്റ്, പടമല്ല, ആ ഒരു മൊമെന്റ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. പിന്നെ സിനിമയെക്കുറിച്ച് ഓവറോൾ നോക്കുകയാണെങ്കിൽ, ഈ സിനിമക്ക് വലിയ ഹൈപ്പ് കൊടുത്ത് നിങ്ങൾ കാണാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താണ് നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ളത് അത് അവിടെ പോയിട്ട് കാണാൻ. കുറച്ച് ഇമോഷണൽ സീൻസ് ആണ് പിന്നെ എനിക്ക് ഫിക്സ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. വേറെ ഒന്നും എനിക്ക് എക്സ്ട്രാ അതിൽ അങ്ങനെ തോന്നിയതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നത്, ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതാണ്, സ്പോയിലർ ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. ഈ സിനിമയിൽ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അതുപോലെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ കാണാതെ ഒരുപാട് പേര് എണീച്ചു പോകുന്നുണ്ട്. അത് പോകാതിരിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഞാനൊരു കാര്യം ഇനി ചെയ്യാതിരിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള റിസർച്ച് ചെയ്തിട്ട്, മാർവലിനെ പറ്റി റിസർച്ച് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ അല്ല റിസർച്ച് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കുകയാണ്. കാരണം എന്റെ എൻജോയ്മെന്റിനെ നല്ല പോലെ അത് ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചു, പറഞ്ഞു, ശരിയാണ്. അപ്പോൾ അത് അവിടെ പോകുമ്പോൾ ഇത് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഗസ് ചെയ്തിരിക്കുമ്പോൾ അതേ സാധനം വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നില്ല. നേരെ മറിച്ച് അതിന്റെ അപ്പുറം എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും ത്രില്ലടിക്കുമല്ലോ. ആ സാധനം എനിക്ക് കിട്ടാതെ പോയത് അതുകൊണ്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പേഴ്സണലി. അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാണ്. മാർവലിന്റെ ഈ ഒരു ഫാൻ തിയറി വെച്ചിട്ടുള്ള കഥകൾ അധികം ഷെയർ ചെയ്യുന്നത് ഞാൻ നിർത്താൻ തോന്നുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ സ്പൈഡർമാൻ കാണുന്നത് പ്രധാനമായിട്ടും അടുത്ത വരുന്ന സ്പൈഡർമാൻ എന്തായാലും മുന്നോട്ടുള്ള ഫ്യൂച്ചർ ഫിലിംസിലൊക്കെ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിനേക്കുള്ള ഒരു ഇതുപോലെ ഒരു പാത്ത് പോലെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് അങ്ങോട്ടേക്കുള്ള ഒരു പാത്ത് മാത്രമാണ് ഈ സിനിമ എന്നുള്ള രീതിയിൽ എടുക്കുക, അല്ലാതെ വലിയൊരു ഇത് കൊടുത്ത് കാണാതിരിക്കുക. അതായത് വലിയൊരു ബൂമാണ്, വലിയൊരു സംഭവമാണ്, വലിയൊരു മാറ്റമാണ് ഈ സിനിമ. അതായത് നമ്മുടെ ഹോം കമ്മിങ്, നോവേ ഹോം പോലെയാണെന്ന് വിചാരിച്ച് പോകാതിരിക്കുന്നതായിരിക്കും. പോകാതിരിക്കണം എന്നല്ല, തീർച്ചയായിട്ടും പോകണം. നോവേ ഹോമിനെ എക്സ്പെക്ട് ചെയ്തിട്ട് പോകാതിരിക്കുക. നമ്മുടെ ഹോം കമ്മിങ് സിനിമയില്ലേ, അതായത് ടോം ഹോളണ്ടിന്റെ ഫസ്റ്റ് സ്പൈഡർമാൻ, അതിന്റെ ഒരു എക്സ്പെക്ടേഷനിൽ പോകും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് സിങ്ക് ആവുന്നതായിരിക്കും, ഓക്കെ ആവുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, മാർവൽ എന്താണെന്ന് പോലും അറിയാത്തവരാണ് കുറെ അധികം പേര്. ഞാൻ അവിടെയുള്ള കുറച്ച് കുട്ടികൾ, എനിക്ക് അറിയുന്ന കുറച്ച് പേരുണ്ട്, അവരടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് പടം, ഇതിന് മുമ്പുള്ളതൊക്കെ കണ്ടിട്ടുണ്ടോ. അവർക്ക് എന്ത് മുമ്പ് എല്ലാവരും പറയുന്നു സ്പൈഡർമാൻ ആ ഒരു രീതിയിൽ വന്ന് കാണുന്നു എന്നല്ലാതെ വലിയൊരു ധാരണയില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തിനാണ് MJന്റെ പുറകെ പോകുന്നത്. അത് ട്രെയിലറിൽ പറഞ്ഞ കാര്യമാണ്, സ്പോയിലർ ഒന്നല്ല കേട്ടോ, അതിൽ പോകുന്നുണ്ടല്ലോ. പിന്നെ നെറ്റ്, അങ്ങനെയുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കരുതിയതായിരുന്നു സിനിമ റിലീസാകുന്നതിന് മുമ്പ് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാന്റെ കഥ മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. കാണാൻ എന്തായാലും സമയം ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഒന്നുമില്ല, നോവേ ഹോം ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. നോവേ ഹോം കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ അടുത്ത ഭാഗത്തിനെ പറ്റി ലഭിക്കുന്നതായിരിക്കും. നോവേ ഹോമിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് സ്പൈഡർമാൻ, പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ളത് മറക്കുകയാണ്, എല്ലാവരും മറക്കുകയാണ്. എന്നിട്ടാണ് ഈ ഒരു ഭാഗം തുടങ്ങുന്നത് എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എൻഡിൽ, അവസാനത്തിലുള്ള നമ്മുടെ
പോസ്റ്റ് ക്രെഡിറ്റ് സീന് മിസ് ചെയ്യാതിരിക്കുക. വലിയ ഗുമ്മൊന്നുമുള്ള സംഭവം ഒന്നല്ല, പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പല വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, നിങ്ങൾ ഷോർട്ട് വീഡിയോ ഒന്നും എടുത്ത് നോക്കണ്ട, ആ ഒരു ഇത് പോയി കിട്ടും, അതായത് ആ ഒരു ഫീലിംഗ് പോയി കിട്ടും. വലിയ ടൈമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ലാസ്റ്റ് എന്താണ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം 200-3-4 മിനിറ്റ് കാണാന്നുള്ള അത്രയൊന്നും ഇല്ല. ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ഒരു സംഭവം, പക്ഷെ വലിയ ഡെപ്തിൽ കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ എന്താണ് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഏകദേശം ഒരു ധാരണ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ല സിനിമയാണ്, പോയിട്ട് കാണുക. പേഴ്സണൽ ഒപ്പീനിയൻ വലിയ ഗൂസ് ബംസ് ഒന്നും ഉണ്ടാക്കത്തില്ല, നോർമൽ ഒരു സ്പൈഡർമാൻ നമ്മുടെ ഹോം കമ്മിങ് ടൈപ്പ് സിനിമ, അത്രയേ ഉള്ളൂ. ആ ഒരു ലെവലിൽ കണ്ടാൽ മതി. ഹോം കമ്മിങ് നമ്മുടെ അയൺമാന്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് മോശമാണെന്നല്ല, പക്ഷെ അത്ര എൻഗേജ്മെന്റ്, അതായത് നമുക്ക് നോവേ ഹോം തന്നിട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ത്രില്ല് ഉണ്ടല്ലോ, അതിവിടെ കിട്ടുന്നില്ല എന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അനുഭവം എന്തായാലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്.